അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾക്കിന്നൊരു നിക്കാഹാണ്, മുട്ടായി കൊടുക്കലും. എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടീൻ്റെയാണ്. മങ്ങാട് യൂണിറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളതിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഭക്ഷണത്തിനുള്ള ടേബിളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. 11 മണിക്കാണെന്ന് നിക്കാഹ്. നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് നിക്കാഹ്. നമ്മളത് പെൺകുട്ടിയാണ്, ആൺകുട്ടികൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെയാണിത്. ഇതിൻ്റെ വാർത്തയാണിത്. അങ്ങനെ നമുക്കെല്ലാവർക്കും ഇനി അതൊന്ന് കാണല്ലേ, പുതിയാപ്പിള വരുന്നതും നിക്കാഹ് ചെയ്യണതൊക്കെ നമുക്കൊന്ന് കാണാം. ഓഡിറ്റോറിയത്തിൽ തന്നെ നിക്കാഹ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാമല്ലോ. അപ്പം ഞാൻ അങ്ങനെ താഴത്തു നിന്ന് അങ്ങനെ മേലെ കയറി പോയിട്ടാണ്. മേലെയാണ് സ്റ്റേജും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മേലെയാണ്. സ്റ്റേജ് ഇതാണ്. ആ ഇരിക്കുന്നത് കുട്ടീൻ്റെ അമ്മായിയാക്കയാണ്, എൻ്റെ എളാപ്പാൻ്റെ മോനാണ്. അമ്മായിൻ്റെ മോളെ കല്യാണം കഴിച്ചാണ്. അങ്ങനെ മൂപ്പരാദ്യം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പരൊന്ന് ഞാൻ ഫോട്ടോ എടുത്താണ്. അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. ഓരോ ഭാഗത്തുള്ളവരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഒരുപാട് തുടങ്ങിയിട്ടൊന്നുമില്ല. ഒരു 11 മണി ആയിട്ടുള്ളൂ. 11:30 ആകുമ്പോഴത്തേനും നിക്കാഹ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേനും അവർ പുതിയാപ്പിളിൻ്റെ ആൾക്കാർ എത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ കുറേശ്ശെ അങ്ങനെ വരുന്നുണ്ട്. മുഴുവനായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങളതിൻ്റെ മുന്നായിട്ട് വേഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ വേഗം ഒന്ന് ഇവിടേക്കൊന്ന് വീഡിയോ എടുത്താണ്. ഇതാണ് നമ്മളെ പുതിയമ്മ കേട്ടോ. ഇവിടെ മിഠായി എടുക്കലും നിക്കാഹും കൂടെയാണ് ഇന്ന്. നമുക്ക് എല്ലൊന്ന് വീട്ടിലെടുത്ത് ഞങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ പുതിയാപ്പിള വരാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അതിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ പുതിയാപ്പിള അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തി കേട്ടോ. പുതിയാപ്പിളൊക്കെ എത്തി. ഇവിടെ വണ്ടി ഇറങ്ങുന്നുണ്ട്. ചെറിയ കുട്ടികൾ 3-4 ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു പൊക്ക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളൊക്കെ. പുതിയാപ്പിള വരണതും കാത്ത് എല്ലാവരും നിൽക്കണം. പന്തലിൽ എത്തിയിട്ടുണ്ട്, മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുറ്റത്ത് പുതിയാപ്പിളിൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് അതൊക്കെ. പുതിയാപ്പിളിൻ്റെ കൂടെ വന്നവരൊക്കെ ഉണ്ട്. പുതിയാപ്പിള പൊക്ക കുട്ടികളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിൽ പുതിയാപ്പിളൊക്കെ നല്ല താഴ്ന്ന് വാങ്ങണം. ചെറിയ കുട്ടികളെ എത്താണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ പുതിയാപ്പിള. അങ്ങനെ നമ്മളെ പുതിയാപ്പിള മേലേക്ക് കയറി. മേലെയാണ് നമ്മൾ സ്റ്റേജ് വെക്കുന്നത്. എല്ലാവരും മുന്നോട്ട് കയറി കൊടുക്കാം. നമുക്ക് സ്റ്റേജിൽ വെച്ചിട്ട് പുതിയാപ്പിളിനെ ആൾക്കാരൊക്കെ കാണാം. എല്ലാവരും താഴത്തിന് മേലേക്ക് വരുന്നുണ്ട്. കുറേ മൂല്യന്മാരുണ്ട് കേട്ടോ. നമ്മൾ പുതിയാപ്പിള കുട്ടി ആദ്യം മൂല്യരായി പോയും തോന്നി. അതിൻ്റെ സ്നേഹിതന്മാരൊക്കെ കുറേ മൂല്യന്മാരൊക്കെ ഉണ്ട്. അത് നല്ലൊരു അടക്കം ഒതുക്കമുള്ളൊരു നിക്കാഹിട്ടാണ്. ഒച്ചയും ബഹളങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല. നല്ല ഭയങ്കരയോടുള്ളൊരു നിക്കാഹാണ് നമ്മളത്. അതിൻ്റെ ഒരു റാത്തല്ലേ. ഇപ്പോഴത്തെ കാലത്തെ തെറ്റും പാടിക്കളിയും ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ നിക്കാഹ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പം ആ വീട് സൗണ്ടൊന്നും നമുക്ക് പുറത്തേരം കൊടുക്കാം. بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. يا أيها
ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് മഹർ അങ്ങോട്ടും കൈമാറാം കേട്ടോ. വീട്ടിൻ്റെ ഉപ്പാവ് കൈ കൊടുത്ത് നിസാറിന് ചെയ്യുന്നതാണ് മഹർ. രണ്ടും മാപ്പാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ നമ്മളാ കാണുന്നത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും മധുരം കൊടുക്കുന്ന തിരക്കാണ്. എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ്. ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഇതൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ പാട് കൊടുക്കലല്ല. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും വാങ്ങി കഴിച്ചിട്ട് ഞാനുങ്ങളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കാറ്റ് കറങ്ങിയിട്ടാണ്. പുതിയാപ്പിളയും ഭക്ഷണത്തിന് പോവുമായിരുന്നു. അപ്പോൾ ആരോ വിളിച്ചപ്പോൾ പിന്നെ അവിടെ വന്ന് വരുന്നിട്ടാണ്. നമ്മളെ പുതിയാപ്പിളതാണ്. പുതിയാപ്പിള പോണ പോക്കിൽ ഞാനെന്നെ പുസ്തകമാക്കാം. നിക്കാഹ് നല്ല ചടങ്ങ് നമുക്ക് കഴിഞ്ഞു. അപ്പം നിക്കാഹ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒന്ന് വെറുതെ പിടിച്ചാണ്. റയ്യാനാണ് തോന്നുന്നു മഹർ കവറിൽ റയ്യാൻ്റെ ഫോട്ടോ ഉള്ളത്. അപ്പം നമ്മളെ പുതിയ മെങ്ങി സ്റ്റേജിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പുതിയാപ്പിളിൻ്റെ അടുത്തേക്ക് ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. വിജയനാണത്. വിജയാസൻ്റെ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറക്കാരുണ്ടാകുമ്പോൾ അവർ പറയാതെ അനങ്ങാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ക്യാമറൻ്റെ ആൾക്കാർ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാകുമ്പോൾ അവർ പറയും ഇങ്ങനെ നടന്നോടെന്ന് വരുമ്പോൾ വിജയാസൻ്റെ അടുത്തേക്ക് നടക്കാറുണ്ട്. അപ്പോൾ നടന്നോടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പോകും. അങ്ങനെ വലിയൊരു ചടങ്ങാണ് അത് ചെയ്യുന്നത്. അഭിജനും വിദ്യാർത്ഥികൾക്കും എല്ലാ ഐശ്വര്യത്തോടു കൂടെ മരണം വരെ സന്തോഷത്തോട് സമാധാനത്തോടെ ജീവിക്കാനുള്ള തോൽവി ചിലതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒരു ജീവിതത്തിൽ എന്നും സന്തോഷം സമാധാനം പറ്റുന്നവരെ കൊടുക്കട്ടെ, പ്രാർത്ഥനയോടുള്ള ജീവിതം കൊടുക്കട്ടെ. അടുത്ത ഭാഗം നമുക്കിത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അത് ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല, നമുക്ക് കൂടും വീഡിയോക്ക്. അതിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ പകുതിയാക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗം നമുക്ക് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സ് മാറുന്നുണ്ട്. മാറി അവസ്ഥയിൽ നമ്മൾ കാണിച്ചെടുക്കാം. എല്ലാവരും പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിദ്യാർത്ഥികളെ നോക്കാനും നടത്തി ഫോട്ടത്തിന് അപ്പോൾ ആൾക്കാർ പറഞ്ഞതിനനുസരിച്ചൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കണ്ടേ. അതിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഇതിനെ ഒരു പേടികളൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അങ്ങനെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.